വീട് പുതുക്കി പണിയുമ്പോൾ വീട്ടിലെ പഴയ സാധനങ്ങൾ ആക്രി വിലയ്ക്ക് കൊടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ അത് കൊടുക്കാൻ വരട്ടെ. ഒരു നിമിഷം ചിന്തിക്കൂ അതിനെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഞങ്ങളുടെ കൊച്ചു വർക്ക് ഏരിയ കണ്ടു. ഈ കാണുന്ന സിങ്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാപ്പും ഞങ്ങളുടെ പഴയ അടുക്കളത്തെയാണ്. അത് അന്ന് കളയാതെടുത്ത് സൂക്ഷിച്ചു വെച്ച കറണ്ട് ഇങ്ങനെ ഉപകാരപ്പെട്ടു. ഈ പച്ചകളുള്ള സംഭവം കറണ്ട് ബർത്തിലേക്കുള്ള വെള്ളം തെറിക്കൽ കുറയും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈൽസ് ഞങ്ങളെ വീട് പണിക്കായിട്ട് പുതിയ വാങ്ങിച്ച ടൈൽസിന്റെ കഷ്ണങ്ങളാണ്. അതെടുത്ത് ഒട്ടിച്ചേക്കണതാണ്. അപ്പൊ അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ ചെലവും വന്നല്ല. അതേപോലെ ഇതിലെ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പഴയ കിച്ചന്റെ ഗ്രാനൈറ്റ് പൊളിച്ചതാണ്. ഈ കാണുന്ന അമ്മി ഉണ്ടല്ലോ, കുഞ്ഞൻ അമ്മി, അതിപ്പോ ഞങ്ങൾ വാങ്ങിച്ചാണേ. ഇത് ഞങ്ങളുടെ പഴയ ഗ്യാസ് അടുപ്പാണ്. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിൽ കുറച്ച് കറി ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ തുടച്ച് കഴിഞ്ഞപ്പോൾ നല്ല കണ്ടീഷനായി. പിന്നെ ഇതിന്റെ സ്വിച്ചുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ കുറച്ച് നാളായിട്ട് അത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ വാങ്ങണ അടുപ്പൊക്കെ എന്തോരം നാളെ നിൽക്കുന്നു പറയാൻ പറ്റില്ല. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഞങ്ങളുടെ പഴയ പാത്രങ്ങളാണേ. നല്ല ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് തന്നെ പാചകം ചെയ്യാം. കായും ചക്കയും കൊള്ളിയൊക്കെ ഈ കാണുന്ന സ്ഥലത്തിരുന്ന് തന്നെ നന്നാക്കി അതുപോലെ ആ കാണുന്ന ടാപ്പിൽ കഴുകി പെടുന്നതിനെ തന്നെ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാൻ സാധിക്കുന്നു. എല്ലാം അടുത്തടുത്തായ കാരണം കുക്കിംഗ് വളരെ എളുപ്പമാണ്. അതേപോലെ ഭക്ഷണം കഴിക്കാനും വളരെ സൗകര്യമാണ് കേട്ടോ. ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം മിക്കപ്പോഴും ഇവിടെ തന്നെയാണ്. കാറ്റും മഴയും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം, അതും ഒരു രസം. ഈ കാണുന്ന ഫാൻ ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ പഴയ ഫാൻ തന്നെയാണ്. അതും ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി. ഇതുപോലൊരു പച്ചനെറ്റ് കെട്ടിയിരിക്കുന്ന കാരണം കാറ്റിൻ്റെയും മഴയുടെയും വലിയ ശല്യങ്ങളില്ലാതെ ഇവിടെ ഇരുന്ന് പാചകം ചെയ്യാനും അതേപോലെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പുതിയ അടുക്കള. ഇതിന് ചേർമ്മയാണ് വർക്ക് ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നത്.